അന്തരിച്ച പ്രിയ നടൻ സലീം കുമാറിന് കണ്ണീരോടെ വിട. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ പറവൂർ ചിറ്റേത്തുകരയിലെ വീട്ടിൽ മൃതദേഹം സംസ്കരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് സലീം കുമാറിനെ യാത്രയാക്കിയത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്കാര ചടങ്ങുകൾ മൃതദേഹം ചിതയിലേക്ക് വെക്കുന്നതിനടക്കം നേതൃത്വം നൽകി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ നിരവധി MLA-മാർ, മന്ത്രിമാർ അടക്കം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു. ഇന്നലെ വരെ ഈ സലീം കുമാറിൻ്റെ ഈ ഭവനം ലാഫിംഗ് വില്ല ഇന്നലെ വരെ ചിരി കളികളാൽ നിറഞ്ഞിരുന്ന ഈ വീട് ലാഫിംഗ് വില്ല ഇന്ന് ചിരി മാഞ്ഞ് മലയാളത്തിൻ്റെ പ്രിയ നടൻ സലീം കുമാറിനെ നഷ്ടമായിരിക്കുകയാണ്. മലയാളത്തിൻ്റെ ചിരി, മലയാളത്തിൻ്റെ നന്മയുടെ ചിരി, നിലപാടുകളുടെ ചിരി മാഞ്ഞിരിക്കുന്നു. ലാഫിംഗ് വില്ല ഇപ്പോൾ ആ ചിരി മാഞ്ഞ ലാഫിംഗ് വില്ലയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയായി ഒരുക്കിയ ചിതയിൽ അദ്ദേഹം എരിഞ്ഞടങ്ങുകയാണ്. മലയാളത്തിൻ്റെ ഹാസ്യം എരിഞ്ഞടങ്ങുന്ന ആ ഭേദകമായ കാഴ്ചയാണ് നിങ്ങൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സിനിമാ താരങ്ങളടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. രാവിലെ മുതൽ പറവൂർ ടൗൺ ഹാളിൽ നടന്നിരുന്ന പൊതുദർശനത്തിലും പിന്നീട് വീട്ടിലുള്ള സംസ്കാര ചടങ്ങുകൾക്കുമായി നിരവധി ആളുകൾ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നാക്ക് കാണുന്നതിനായി, അവസാനമായി അദ്ദേഹത്തിനെ യാത്രയാക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും അടക്കം വീട്ടിനുള്ളിലാണ്. അവർ വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിനെ യാത്രയാക്കിയത്. മൃതദേഹം ചിതയിലേക്ക് എടുക്കുമ്പോൾ മൂത്തമകനായ ചന്തു പൊട്ടിക്കരയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സംസ്കാരത്തിനായി കർമ്മങ്ങൾ, മതാചാര പ്രകാരമുള്ള ഒരു കർമ്മങ്ങളൊന്നും നടത്താതെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത്. ഏതായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സലീം കുമാറിൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്. മലയാള നമ്മയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച സലീം കുമാർ കല്യാണരാമനിലൂടെയും തെങ്കാശി പട്ടണത്തിലൂടെയും അങ്ങനെ നിരവധി സിനിമകളിലൂടെ നമ്മയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്ന കലാകാരനായിരുന്നു. മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ കലാകാരൻ, ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ഇന്നും നമ്മളെ ഓർത്തോർത്ത് ചിരിപ്പിക്കാൻ വണ്ണം നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഒരു കലാകാരനാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം സുഹൃത്തുക്കളൊക്കെ തന്നെ, അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ തന്നെ വളരെ വേദനയോടെയാണ് അവർ ഓർത്തെടുക്കുന്നത്. ഇനിയും കുറച്ച് അധികം കാലം അദ്ദേഹം ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നു. വിധി എന്നാൽ അദ്ദേഹത്തെ കവർന്നെടുക്കുകയായിരുന്നു. മലയാള സിനിമയ്ക്ക് തന്നെ, അല്ലെങ്കിൽ ഈ സാമൂഹിക രംഗത്ത് തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, അതെല്ലാം തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരു നടൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ അതായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിന് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാനുണ്ടായിരുന്നു. ഹാസ്യ നടനായി വന്ന് സ്വഭാവ നടനായും പിന്നീട് രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം നേടുന്നതിനും പിന്നീട് ദേശീയ പുരസ്കാരം വരെ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തൻ്റെ നടനെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മിമിക്രി വേദികളിൽ നിന്നും ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും ആ പഴയ സാധാരണക്കാരനെ പോലെ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. അങ്ങനെ സാധാരണക്കാരനായി വന്ന് അമാനുഷികമായ, അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ച് നമ്മയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച സലീം കുമാറിൻ്റെ ആ ഓർമ്മകൾ ഈ ചിതയിൽ എരിഞ്ഞടങ്ങുകയാണ്. ആ കാഴ്ചയാണ്, ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. മലയാള സിനിമയുടെ എന്നും അനശ്വരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സലീം കുമാർ ഈ ചിതയിൽ എരിഞ്ഞടങ്ങുകയാണ്. അത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല, മലയാളത്തിനും സാംസ്കാരിക രംഗത്തുമൊക്കെ വലിയ നഷ്ടമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ നിരവധി കഥാപാത്രങ്ങൾ, നിരവധി സിനിമകളിലെ അദ്ദേഹം ചടുലമാക്കിയ അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങൾ ഇനിയും നമ്മുടെ എല്ലാം മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ മലയാളത്തിൻ്റെ ചിരിമായുന്ന അവസാന നിമിഷത്തെ ക്ലൈമാക്സ് കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.